നടക്കുക രാവിലെ മേലെ നടക്കുന്നതാണല്ലോ ഇതും കൊണ്ട്. അത് ഞാൻ വീഡിയോക്കകത്ത് കണ്ടതാണ്. ഇപ്പം ഈ ഒരു സാമ്പ്രാണിയുടെ ഉള്ളിൽ ഇതേപോലെ ഒരു കുഞ്ഞ് കലണ്ടർ ഉണ്ടായിരിക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം. ഇതിനകത്ത് കലണ്ടറോ? ഇതിന്റെ കലണ്ടറൊന്നും കാണൂല. കത്രിക കണ്ടില്ലെങ്കിലും നമുക്ക് വാ ഇവിടെ വന്ന് നിൽക്കേ. പൊട്ടിക്കാൻ ഇതില് കലണ്ടറൊന്നും കാണൂല. ഒരു കാര്യം ഞാൻ പറയുന്നത് അതിനകത്ത് കലണ്ടർ കാണില്ല. ആർച്ചു എന്താ പറയണേ? എനിക്കിത് കലണ്ടർ കാണുന്നതാണ്. നമുക്ക് രണ്ട് സാമ്പ്രാണി താഴെ ഞാൻ പറഞ്ഞില്ലേ കലണ്ടർ ഇല്ല, കലണ്ടർ ഇല്ല. വേറെ കലണ്ടറോ? വേറെ സാമ്പ്രാണി ഉണ്ടോ? അതിലും കാണൂല. ഇത് രണ്ടെണ്ണ ഇത് മാത്രല്ലേ ഉള്ളൂ, ഇതിനകത്തൊന്നും ഇല്ല. അതേ ഇല്ല, അതിലും ഇല്ല. ഞാൻ നോക്കട്ടെ. അമ്മ പറയുന്നില്ലേ സത്യം, ഞാൻ പറയുന്നൊക്കെ പൊട്ട തെറ്റാണ്. കണ്ട അയ്യേ അരച്ചു വിട്ടേ ചമ്മി. ഇതിനകത്ത് ഇല്ല സാമ്പ്രാണി. ഇതിനകത്ത് കലണ്ടർ ഉണ്ടെന്നും പറഞ്ഞ് വാങ്ങിച്ചതാ. അതെ ഞാൻ വാങ്ങിപ്പിച്ചതാണ്. പക്ഷെ അരച്ച് ചമ്മിപ്പോയി നിൽക്കുന്നുണ്ട്. നോക്കട്ടെ ആ ഫേസ് ഒന്ന് കണ്ടിട്ട്. ഞാൻ എത്ര അധികം പ്രതീക്ഷിച്ചില്ല. അച്ഛനോട് അമ്മ വല്ലതും ഇങ്ങനെ പറയുവാണെങ്കിൽ അത് സത്യമായിട്ടാണ്. ഇതിനകത്ത് ഇല്ലാന്ന് ഞാൻ അന്നാലേ പറഞ്ഞല്ലേ. അതിലില്ലാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കുക. അതിനകത്ത് സാമ്പ്രാണി ഉണ്ട് കിട്ടുന്ന കാണണമെന്ന് പറഞ്ഞിട്ട് അയ്യോ ചമ്മിപ്പോയി. ഇതിനകത്തുണ്ടല്ലോ അച്ചു, ഇതില് നേരത്തെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് സാമ്പ്രാണി ഉണ്ടായിരുന്നു. അല്ല സാമ്പ്രാണിയും പോട്ടെ, കലണ്ടർ ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ളതാ. ദേ പൊട്ടത്തലയും കേറുന്നു. അതെന്നാ ചോദിക്കുന്നു, പറഞ്ഞു കൊടുത്തു. അർച്ചുവിന് പണിയില്ലാഞ്ഞിട്ട് കാണിച്ച സാമ്പ്രാണിയാണ്. എടാ ഇതിനകത്തെ നേരത്തെ ഈ സാധനത്തിന് 50 രൂപയായിരുന്നു. ഇപ്പൊ അതിന് എത്ര രൂപയായെന്ന് നോക്കിക്കേ, 60 രൂപയായി. അപ്പൊ അതിനകത്ത് അവർക്ക് മുതലാവൂല. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു സമയം പോയത് ഈ 2 സാമ്പ്രാണി വാങ്ങിച്ചിട്ടാണ്. ഇതിന് ഇത്രയും വിലയുണ്ട്, പക്ഷെ ഇതിനകത്ത് കലണ്ടർ കാണാൻ ആദ്യമായിട്ടാണ് ഇതെന്നെ പറ്റിക്കുന്നത് ഗൈസ്. ഇത് ഭയങ്കര കലണ്ടറാണ്. കടക്കാരെ തന്നെ കുറ്റം പറയേണ്ടി വരും ഗൈസ്. ഞങ്ങൾ എന്നും പോകുന്നൊരു കട ഉണ്ട്, അവിടുന്ന് ആയിരിക്കും വാങ്ങിക്കുന്നത്. അതെ, അവിടുന്ന് തന്നെയായിരിക്കും വാങ്ങിക്കുന്നത്. കടക്കാരെ എന്തിനാ കുറ്റം പറയുന്നത്? ഇത് ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞാൽ പോരെ, അവര് തരാത്തത് കാരണമല്ലേ. ശരിക്കും ഞാൻ ചമ്മിപ്പോയിട്ട് എന്താന്ന് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ ഞാൻ തട്ട് നോക്കാണ്ടായിരുന്നു, പക്ഷെ അതിനകത്തില്ലേടെ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അതിനകത്തില്ലെന്ന്. കണ്ട ഞാൻ വിചാരിച്ചില്ല ഗൈസ്. സത്യം പറഞ്ഞ ഞാൻ ഒന്ന് ചമ്മിപ്പോയി ഗൈസ്. എനിക്ക് ഇത്ര സാമ്പ്രാണി കിട്ടി, പക്ഷെ അതിനുള്ള ഇത് കിട്ടിയില്ല. ഇത് കണ്ടിട്ട് ഞാനിവിടെ TV കണ്ടുകൊണ്ടിരുന്ന, ഞാൻ യുദ്ധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാണ്. എന്നെ വിളിച്ചുകൊണ്ട് വീഡിയോ എടുക്കെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോയിട്ട് നോക്കിക്കേ, അതിനകത്ത് ഒരു കുന്തവും ഇല്ല. ഇപ്പൊ കലണ്ടർ കിട്ടും. ഇപ്പൊ കലണ്ടർ ഇല്ലാത്തതുപോലെ എത്ര കലണ്ടർ ഇവിടെ കിടക്കുന്നേ നോക്കി. എന്നിട്ട് അവിടെ ഇല്ലാത്തതുപോലെ ഞാൻ ആദ്യമായിട്ട് സമയം പോയത് ഈ സാധനത്തിൽ നിന്നാണ്. ഞാൻ ഇത്ര പ്രതീക്ഷ
നേരത്തെ ഉണ്ടായിരുന്നടാ. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ ഇല്ല അതില്. ഇപ്പൊ ആ കമ്പനിക്കാര് കലണ്ടർ തരുന്നില്ല നമുക്ക്, മനസ്സിലായോ? ഇപ്പൊ അതിന്റെ വിലയും കൂട്ടി. അത് കടക്കാരെ എല്ലാം കുറ്റം പറയണ്ടേ. നേരത്തെ ആ സാമ്പ്രാണിയുടെ അകത്ത് വെച്ചില്ലേ തന്നോണ്ടിരുന്നേ, സാമ്പ്രാണി കവറിന്റെ അകത്ത് വെച്ചോണ്ടാ തന്നോണ്ടിരുന്നേ, അല്ലാതെ കടക്കാരല്ലോ നമ്മുടെ ഈ കടക്കാരല്ലോ എത്തിച്ചോണ്ടിരുന്നേ. ഇവിടെ ദാണ്ടേ ഇതെല്ലാം കീറിക്കളയുന്നു, കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത്രോ നല്ല സ്മെല്ലില് ഇവർ ഇത്രോ സാധനം ഉണ്ടാക്കി നല്ല പാക്കറ്റിൽ ആക്കി റാണിയാണ് ഇപ്പൊ നമ്മള് പിടിക്കപ്പെട്ടത് ഗൈസ്. ഞാൻ ഉണ്ട് എന്ന് പറയും നടന്നായിരുന്നു. ഭയങ്കര ശാരമണിക്ക് പറഞ്ഞു സത്യം പറഞ്ഞ വീഡിയോ ഒക്കെ പിടിക്കാൻ. പക്ഷെ ഞാൻ ശശിയായി സ്വതന്ത്രല്ല. ഞാൻ ചെയ്യാൻ പോണ നല്ല ചമ്മിയ വീഡിയോ. എനിക്കറിയാം